നമ്മൾ എങ്ങടാ പോകുന്നേ? നോർത്ത് ഗോവ. ആ കണ്ടോ, അടിപൊളി ഫ്ലവർ. മഹന് ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ആളാണ്. ഗാർഡനിങ് ഭയങ്കരമായിട്ട് ചെയ്യും. പക്ഷെ വീട്ടിൽ ചെയ്തിട്ട് കല്യാണം കഴിഞ്ഞപ്പോൾ എന്നെ ഇമ്പ്രസ് ചെയ്യാൻ ചെയ്തതാണെന്ന് തോന്നുന്നുണ്ട്. വാടി കുഴഞ്ഞ് നിൽക്കുന്നുണ്ട്. എന്താ മഹനു, ഇതൊന്നും പറയാല്ലേ? ചിരി മാത്രമല്ലോ പറയടി. എല്ലാവർക്കും നമസ്കാരം, നിഫിം വ്ളോഗ്സ് ആണ്. അപ്പോൾ നമ്മൾ ഗോവ സൗത്തിലെ പാലോലം ബീച്ചിൽ നിന്ന് ഇറങ്ങാണ്. നമ്മുടെ വണ്ടിയിലെല്ലാം ബാഗും കാര്യങ്ങളെല്ലാം കയറ്റണം. ഇവിടെ മെഹനുണ്ട്. നമ്മൾ എങ്ങടാ പോകുന്നേ? നോർത്ത് ഗോവ. നോർത്ത് ഗോവയ്ക്ക് പോവാണ്. ഇനി നമ്മൾ ബാഗ കല്ലംകുണ്ട് സൈഡിലേക്കാണ് പോകുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നു, ബാഗ കല്ലംകുണ്ട് മാത്രം എക്സ്പ്ലോർ ചെയ്യാതെ ഇവിടേക്ക് വരാം. നിങ്ങൾക്ക് പീസ്ഫുൾ ആഗ്രഹിക്കണം, പിന്നെ നിസ്സാര രൂപയ്ക്ക് നിങ്ങൾക്ക് കയാക്കിങ് കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്യാൻ പറ്റും. എൻ്റെ മുഖം വെളുത്ത് ഇങ്ങനെ ഇരിക്കുന്നത് എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സൺസ്ക്രീൻ പറ്റിയിട്ടിട്ട് നമ്മൾ വണ്ടിയിൽ നമ്മുടെ ലഗേജെല്ലാം കയറ്റി സേഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്ലൗസ് ഒക്കെ ഇട്ട് നേരെ ഇവിടുന്ന് പഞ്ചിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനാജി എന്നൊക്കെ പറയും. പഞ്ചിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗോവയുടെ ക്യാപിറ്റലാണ്. അവിടേക്ക് പോയി അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് ഭാഗ്യയിലേക്ക് പോകാനുള്ള പ്ലാനാണ്. നോക്കാം. നമ്മളിവിടുന്ന് ഇറങ്ങാം. പാലോലം ബീച്ച് എല്ലാവരും നോട്ട് ചെയ്ത് വയ്ക്കുക. കർണാടക ബോർഡറിൽ നിന്ന് 36 കിലോമീറ്റർ ഉള്ളൂ. പഞ്ചിമിലേക്കൊന്നും എത്തണ്ട, മഡ്ഗോണിലേക്ക് എത്തണ്ട. അതിന് മുൻപാണ്. ഇപ്പം നിങ്ങൾ മഡ്ഗോണിലാണ് ഇറങ്ങണമെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് വണ്ടി റെൻ്റ് എടുത്തിട്ട് ഇവിടേക്ക് വരാം. 1.5 മണിക്കൂർ യാത്രയുള്ളൂ. എന്നിട്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ട് ഭാഗ്യം പോവാം. ഇവിടെ കുറേ നല്ല ബീച്ചുകളുണ്ട്, നല്ല ഹിഡൻ ബീച്ചുകളുണ്ട്, അടിപൊളി ക്ലിഫ് ബീച്ച് ഉണ്ട്, പെബിൾസ് ബീച്ച് ഉണ്ട്, കുറേ ബീച്ചുകളുണ്ട്. അതോടൊത്തൊരു ടെൻഷൻ അടിക്കണ്ട. ഈ സദേൺ പ്ലേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്രൗഡഡ് അല്ല, പിന്നെ ടൂറിസ്റ്റ് ഇല്ല അധികം, പിന്നെ ഭയങ്കര പീസ്ഫുള്ളാണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നല്ല രീതിയിൽ ഫോറസ്റ്റ് റൂട്ട് ഉണ്ട്. ഫോറസ്റ്റ് റൂട്ടിൽ കൂടിയാണ് മിക്ക ബീച്ചുകളുള്ളത്. അപ്പോൾ പെട്രോൾ അടിച്ചിട്ട് വരണം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയയിലൊന്നും പെട്രോൾ ഇല്ല. അതാണ് വേറൊരു കാര്യം കൂടി. അങ്ങനെ നമ്മൾ ഹൈവേയിലേക്ക് എത്തി. ഈ പാലോലം ബീച്ച് നമ്മൾ കർണാടകയിൽ നിന്ന് മഡ്ഗോൺ പോകുന്ന വഴി ഈ ഹൈവേയിൽ തന്നെയാണ് കേട്ടോ. ഞാൻ ഇപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത് വേറൊന്നുമല്ല, വേറൊരു വൈബാണ്. ബാഗ എന്ന് പറഞ്ഞൊരു ടൂറിസ്റ്റ് പബ്ബ് പാർട്ടി. ഇവിടെ പബ്ബ് പാർട്ടി ഉണ്ട്, പക്ഷെ അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഭയങ്കര ഒരു വ്യത്യാസമുണ്ട്. ഒരു വില്ലേജ് സ്റ്റൈൽ പബ്ബ് പാർട്ടി, ഇൻഡിപെൻഡൻറ്റ് പാർട്ടി കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ പോയി അറ്റൻഡ് ചെയ്യാം. പക്ഷെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഞാൻ പാർട്ടി പേഴ്സൺ അല്ല. ഞാൻ ഈ അഡ്വഞ്ചർ, സീ, കടലിൽ നീന്ത, ഈ പരിപാടി കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആഴമുള്ള കടലിൽ നീന്തിയത്. മീൻസ് ഞാൻ കടലിലൊക്കെ നീന്തുമ്പോൾ നമുക്ക് നിലയുള്ളവർക്ക് മാത്രമേ ഞാൻ നിൽക്കാറുള്ളൂ. എനിക്ക് നീന്താൻ അറിയെങ്കിലും നിലയുള്ളവർക്ക് മാത്രം നിൽക്കാറുള്ളൂ. കടലിൽ എങ്ങനെ നീന്തണ്ടേന്ന് അറിയില്ല. പക്ഷേ മറ്റേ തിരമാല അടിച്ചു കഴിഞ്ഞ് അപ്പുറത്തേക്ക് ഞാൻ നീന്തിപ്പോയി. അത് അത്യാവശ്യത്തിൽ നല്ല രീതിയിൽ നീന്തി. ആഴമുള്ളവർക്ക് നമ്മൾ ഇവിടെ പോലെ തന്നെ, അതായത് നമ്മുടെ പുഴയിൽ നീന്തണ പോലെ തന്നെ, പക്ഷേ വേവ് വരുമ്പോൾ നമ്മളിങ്ങനെ പൊന്തും. നമ്മളിങ്ങനെ നിൽക്കണമെങ്കിൽ വേവ് വരുമ്പോൾ നമ്മൾ അതിൻ്റെ അനുസരിച്ച് പൊന്തും. അതാണ് രസം. അത് രസമാട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കിനി സർഫിങ് ചെയ്യണമെന്നുണ്ട്. അത് നോക്കട്ടെ, ഹോപ്പ്ഫുള്ളി പറ്റുമെന്ന് നോക്കാം. പശുക്കൾ ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ഇവിടെ നിറച്ചും പശുക്കളാട്ടാ റോട്ടിൽ കൂടെ. ഇത് കർണാടക കിടക്കുമ്പോൾ തന്നെ നിറച്ചും പശുക്കളാണ് റോട്ടിൽ. അടിപൊളി ഫോറസ്റ്റ് റൂട്ടാണ് കേട്ടോ തന്നെ. പഞ്ചിമിലേക്ക് ഈ വഴി തന്നെ ഇതുപോലത്തെ ഒരു ഫോറസ്റ്റ് വഴിയാണ് പോവുക. നല്ല പീസ്ഫുള്ളായിട്ട് പാട്ട് പാടി ഇങ്ങനെ ഓടിക്കുക. ചെറിയൊരു കറവും കാര്യങ്ങളും രസമാണ്. ഗാന്ധി മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലാണെന്ന് തോന്നുന്നുണ്ട്. മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണെന്നാണ് എൻ്റെ ഒരു ഇത്. ഇവിടെ ചോദിച്ചു പോവാം. ഇവിടെ കുറേ കടകളുണ്ട്. നമുക്ക് ഡ്രസ്സിൻ്റെ കടകൾ ആവശ്യം. ഇപ്പോൾ ഇവിടെ ആരുടെയും അടുത്ത് ചോദിക്കാം. അതിൻ്റെ ഉള്ളിൽ ഡ്രസ്സ് ഷോപ്പുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ എവിടെയെങ്കിലും വണ്ടി വയ്ക്കാം. അങ്ങനെ നമ്മൾ വണ്ടി ഇവിടെ വെച്ചു. വണ്ടി ഇവിടെ വെച്ചിട്ട് ലഗേജെല്ലാം ഇവിടെ വെച്ചിട്ട് നമുക്ക്
ഉള്ളിലേക്ക് പോയി നോക്കാം. നമ്മൾ ഏത് നാട്ടിൽ ചെന്നാലും അവിടുത്തെ ലോക്കൽ മാർക്കറ്റ്, അവിടുത്തെ ആൾക്കാർ വാങ്ങിക്കുന്ന ലോക്കൽ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കണം. ഈ ടൂറിസ്റ്റ് ഏരിയയുടെ അടുത്ത് പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല പൈസ ആയിരിക്കും. നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് ഇറങ്ങണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോവൻ ഡ്രസ്സുകളെല്ലാം കിട്ടുന്നത് ന്യൂ മാർക്കറ്റിലാണ്. ഇത് നമ്മൾ വരുന്നത് ഗാന്ധി മാർക്കറ്റിലാണ്. ഇവിടെ ട്രഡീഷണൽ ഡ്രസ്സുകളാണ് കിട്ടുന്നത്, സ്റ്റൈലിഷ് ഡ്രസ്സുകൾ കിട്ടില്ല. ഒരു കട എത്തിയിട്ടുണ്ട്, അവിടെ പോയി ഒന്ന് നോക്കട്ടെ. ഇവിടുന്ന് 2 ഡ്രസ്സ് വാങ്ങിച്ചു. ഇപ്പം നമ്മൾ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗം തന്നെയാണ് ഉള്ളത്. അപ്പോൾ പോണ വഴി ഭക്ഷണം കഴിക്കണം. നമ്മളിപ്പോൾ ബാഗയ്ക്ക് പോകുന്ന വഴിയിലാണ്. പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വേറെ ഒന്നുമില്ല, എനിക്കൊരു ഷർട്ട് എടുത്തു, മെഹനുവിന് ഒരു പാൻറ് എടുത്തു, ഒരു കുർത്ത പോലത്തെ ഒരു ഡ്രസ്സും കൂടി എടുത്തു. ഇത്രയേ ഉള്ളൂ, ചെറിയൊരു പർച്ചേസ്, വേറെ ഒന്നുമില്ല. ഗോവയുടെ കവാടം, അതായത് നോർത്ത് ഗോവയുടെയും കവാടം എന്ന് പറയാം, എത്തിയിരിക്കുകയാണ്. ഇതാ കാണുന്നൊരു പാലം കണ്ടില്ലേ, അതാണ് ഗോവ എത്തി എന്ന് പറയുന്ന ഒരു സംഭവം. ഇവിടെ നല്ല കായലുണ്ട്, ഇതിവിടെ ആ പാലം അടിപൊളിയാണ് കേട്ടോ. ഇതൊരു പ്രത്യേക തരം ഫീലാണ്. ശരിക്കും ഇതിൽ ബൈക്ക് കയറ്റാൻ പാടില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ ബൈക്കും കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട്, നമ്മുടെ മാത്രമല്ല വേറെ ബൈക്കുകൾ കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട്. എനിക്കറിയില്ല സത്യത്തിൽ ബൈക്ക് കയറ്റാൻ പറ്റുമോ ഇല്ലയെന്ന്. എനിക്ക് തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ളൊരു അറിവില്ല. ബൈക്ക് കയറ്റാൻ പറ്റുമോ ഇവിടെ ആൾക്കാരുടെ? ഓ, എന്തൊരു ഫീലാ, കിടിലൻ, ഒന്നും പറയാനില്ല. എന്ത് വലിയ തൂക്കുപാല നോക്കി. നോർത്ത് ഗോവ എത്തിന്നുള്ള തെളിവ് ഇതാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ മുകളിലേക്ക് ബൈക്കൊന്നും കയറൂല, കയറ്റാൻ പാടില്ല, ആണ് വേറെ കാര്യം. ഇവിടെയാണ് നൈറ്റ് പാർട്ടീസ്, ക്രൂയിസ് പാർട്ടീസ് എല്ലാം നടക്കുന്നത്. കുറേ ക്രൂയിസ് കൂടി ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ ബൈക്ക് കയറ്റിയിട്ടുണ്ട്. അതാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ പോണ ആൾക്കാർ ഹോൺ അടിക്കുന്നത്, ബൈക്ക് കയറ്റാൻ പാടില്ല, പോലീസുകാരെ ഫൈൻ അടയ്ക്കുക, അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞത്. എന്ത് രസത്തിലാണ് പണിത് വെച്ചേക്കണേ. ഒരു ഫ്ലൈ ഓവറിൻ്റെ അടിയിലാണ്, എന്ത് ഭംഗിയാക്കി വെച്ചേക്കണം. നോക്കിയേ, നമ്മുടെ അടുത്ത ഫ്ലൈ ഓവറിൻ്റെ അടി കണ്ടോ, ഗംഭീരമാണ്. തിരിച്ചിരിച്ചാവും. ശരിക്കും എറണാകുളം ഫ്ലൈ ഓവേഴ്സ് ഉണ്ട് ഇഷ്ടം പോലെ. എൻ്റെ അടിയിൽ മൊത്തം ഇതുപോലെ ആക്കണം, നല്ല ഭംഗിയിൽ സെറ്റാക്കണം. ഈവൻ നമ്മുടെ മെട്രോ പോലും പെയിൻ്റ് അടിച്ചിട്ടില്ല എറണാകുളത്ത്. ഇവിടെ റോഡ് പണി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ, അതിൻ്റേതായ തിരക്കും കാര്യങ്ങളുണ്ട്. നമ്മുടെ ലൊക്കേഷനിലേക്ക് ഇനി 12 കിലോമീറ്റർ ഉള്ളൂ. നമ്മൾ കല്ലംകുണ്ട് ഭാഗ സൈഡിലാണ് താമസിക്കുന്നത്. അവിടെ നല്ലൊരു ഹോട്ടലിൽ എനിക്ക് അഗ്വാഡ വഴി കിട്ടി. ഈ ഒരു കാര്യം പറയട്ടെ, അഗ്വാഡയിൽ ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ഫോണും വെച്ചും കമ്പയർ ചെയ്യുക വില. ആദ്യമായിട്ട് ബുക്ക് ചെയ്യണവർക്ക് ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട്. ഞാൻ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ 3 ദിവസത്തേക്ക് 4000 സംതിങ് കാണിച്ചു, 4200 അത്രയും കാണിച്ചു. മെഹനുവിൻ്റെ നോക്കിയപ്പോൾ 3600 കാണിച്ചുള്ളൂ. മെഹനു ആദ്യമായിട്ടാണ് അഗ്വാഡയിൽ ബുക്ക് ചെയ്യണം, അതുകൊണ്ടാണ് ഡിസ്കൗണ്ട് കിട്ടി. അപ്പോൾ അത് നല്ലൊരു ഐഡിയ ആണ്. വിദേശത്ത് പോകുമ്പോൾ Booking.com ആണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക. വേറെ ആപ്പുകൾ അധികം ഉപകാരപ്പെടാറില്ല. മെയിൻ റോഡിൽ ബ്ലോക്ക്, റോഡ് പണി കാരണമാണ്, അതുകൊണ്ടാണ് ഫുൾ വഴി എടുത്തു. ഇതെനിക്ക് തോന്നുന്നു ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്, ആൾക്കാരെല്ലാവരും താമസിക്കുന്ന ഒരു ഏരിയ ആണ്. ഈ ഉൾ റോഡ് നല്ല രസമുണ്ട് കേട്ടോ. ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലേക്ക് കയറി. മെയിൻ റോഡിൽ നിന്ന് നമ്മുടെ ലൊക്കേഷനിലേക്ക് 12 കിലോമീറ്റർ ആണെങ്കിൽ ഇത് 2 കിലോമീറ്റർ കൂടും, പക്ഷെ ബ്ലോക്കില്ല. നല്ല അടിപൊളി റോഡ്, ഫുൾ അപ്പുറം കാടും കാര്യങ്ങളാക്കിയിട്ട് വിൻറ്റേജ് ടൈപ്പ് വീടും കാര്യങ്ങളൊക്കെയാണ് കാണാൻ പറ്റണ പോണ വഴി. ഓ, സമാധാനമുണ്ട്. ചൂടിൽ നിന്നൊരു ചെറിയൊരു ശമനം കിട്ടി.
ഭക്ഷണം കഴിച്ചിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെ നിർത്താം. ശരി, ഇതാണ് നിൽക്ക് നിൽക്ക് നിൽക്ക്. ഏത് താങ്ങാൻ പറ്റുന്നു മറ്റേ ഓക്കെ. ഓ, വണ്ടി ചെരിഞ്ഞു പോയി. ഇതിൽ നിന്നു, ഇതിലൂടെ. ഇതാണ് നമ്മുടെ ഉപകാരം. നമ്മൾ ഫിഷ് താലി ഗോവയിലെത്തിയിട്ട് ഫിഷ് താലി എന്തോരം മീനാണ് പറയാം കഴിച്ചു കൂട്ടിയേക്കണേ. അപ്പോൾ ഇതൊന്ന് കഴിക്കട്ടെ. ഗോവയിൽ വരുമ്പോൾ ഫിഷ് താലി എന്തായാലും കഴിച്ചിരിക്കണം. ഇതൊരു മീൻ കറി, മീൻ വറുത്തത്, അങ്ങനെ ഇതൊരു ചെമ്മീൻ കറി, ഇത് ചോറ്, മീൻ വറുത്ത്, അങ്ങനത്തെ ഉള്ള പരിപാടി. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. നേരെ റൂമിലേക്ക്. ഇനിയൊരു 7 കിലോമീറ്റർ ഉള്ളൂ. റൂമിൽ പോവാ, ഒന്ന് കിടന്നുറങ്ങാം. ഇവിടെ ഗോവയിൽ ഇപ്പോൾ ഇഷ്ടം പോലെ ഗ്രീൻ വണ്ടിയുണ്ട്. ഗ്രീൻ വണ്ടി മീൻസ് ഇലക്ട്രിക് വണ്ടി. KSRTC പോലെ, അതായത് ഗവൺമെൻറ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടാണെന്ന് തോന്നുന്നുണ്ട്. ആണ് ഗവൺമെൻറ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടാണ്. AC ബസ്. നമ്മുടെ കൊച്ചിയിൽ ഇതുപോലത്തെ AC ബസ് തുടങ്ങണം. 10 രൂപ മിനിമം ചാർജ് ഉള്ളത്. കാരണം അത് കൊടുക്കത്ത് ചൂടാ. കേരളത്തിൽ അങ്ങനെ UDF വന്നു. അപ്പോൾ മേടിക്കേണ്ട സ്ത്രീകൾക്ക് എല്ലാവർക്കും ഫ്രീ ടിക്കറ്റും കാര്യങ്ങളാണ് ബസ്സിൽ. നോക്കാം എന്തായിരിക്കും അവസ്ഥ എന്ന്. ലാഭത്തിലാക്കി കൊടുത്ത സ്ഥാപനം നഷ്ടത്തിലാക്കുമെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ കല്ലംകുണ്ട് സർക്കിളിലെത്തി. ഈ വഴി തന്നെയാണ് കല്ലംകുണ്ട്, അപ്പുറത്ത് ബാഗ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമും കാര്യങ്ങളെല്ലാം വരുന്നത്. സ്വിമ്മിംഗ് പൂളുണ്ട്. 6:30 വരെ ആക്സസിബിലിറ്റി ഉള്ളൂ. ഇതാണ് റിസപ്ഷൻ. നല്ല റിസപ്ഷനിസ്റ്റാണ്, നല്ല കമ്പനിയാണ്. അതുപോലെ അന്തറിലാണ് നമ്മുടെ റൂം വരുന്നത്. റൂമിനെ തന്നെ കാറ്റഗറി ഉണ്ട്. സ്വിമ്മിംഗ് പൂൾ സൈഡുണ്ട്, പിന്നെ ഉള്ളിൽ കോട്ടേജ്. നമ്മൾ സ്റ്റാൻഡേർഡ് റൂമാണ് എടുത്തേക്കുന്നത്. AC കാര്യങ്ങളൊക്കെ ഉള്ളത്. വ്യൂ ഒന്നും ഉണ്ടാവില്ല, പ്രശ്നമില്ല. വ്യൂ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. കാരണം നമുക്ക് താമസിച്ചാൽ മതി. നമ്മൾ റൂമിൽ അത്ര നേരം കിടക്കണമെന്നില്ലല്ലോ. കണ്ടോ, അടിപൊളി ഫ്ലവർ. മെഹന് ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ആളാണ്. ഗാർഡനിങ് ഭയങ്കരമായിട്ട് ചെയ്യും. പക്ഷേ വീട്ടിൽ ചെയ്തിട്ട് കല്യാണം കഴിഞ്ഞപ്പോൾ എന്നെ ഇമ്പ്രസ് ചെയ്യാൻ ചെയ്തതാണെന്ന് തോന്നുന്നുണ്ട്. വാടി കുഴഞ്ഞ് നിൽക്കുന്നുണ്ട്. എന്താ മെഹനു, ഇതൊന്നും പറയാല്ലേ? ചിരി മാത്രമേ ഉള്ളൂ, പറയടി. ജോലി തിരക്കാണല്ലോ, ചെയ്യാന. ഓവർ ടാലന്റഡ് കവിയാണ്, ഓവർ ടാലന്റഡ് ആണ്. ഇതാണ് റൂം. ഐ ആം സോറി. ഇതാണ് റൂം. ഇത് നമ്മുടെ വാഷ്റൂമും കാര്യങ്ങളും. അത്യാവശ്യം നല്ല വാഷ്റൂമാണ്. പിന്നെ നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ ഇവിടെ ഈസി. അപ്പോൾ വൈകുന്നേരം നമ്മളൊന്ന് സ്വിമ്മിംഗ് പൂളിൽ പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ റൂം ഇവിടെ അടച്ചു. നമ്മൾക്ക് ഇങ്ങനെ നടക്കാം, ഇങ്ങനെ നടന്നു പോവാം. ഇവിടെയാണ് നമ്മുടെ റൂം വരുന്നത്. സ്വിമ്മിംഗ് പൂൾ നടക്കാമെന്നുള്ള ദൂരമുള്ളൂ. ഒരു 50 മീറ്റർ 10 മീറ്റർ അത്രേ ഉള്ളൂ.
രസമാട്ടോ ഇങ്ങനെ നടന്ന് പോവാ. ഇവിടെ കുപ്പികളുടെ ശബ്ദം കേൾക്കും, കാരണം ആൾക്കാർ ഇവിടെ മദ്യപിച്ച് കുപ്പിയും കാര്യങ്ങളൊക്കെ എന്തോരം കുപ്പികളവിടെ ബീറിൻ്റെയൊക്കെയും. അവൻ എത്ര ലാഭം വാങ്ങിക്കണമെന്നറിയാം, വിറ്റഞ്ഞ് എത്ര പൈസ കിട്ടുമെന്നറിയാം. സ്വിമ്മിംഗ് പൂളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല, ആൾക്കാരിവിടെ കുളിക്കുന്നുണ്ട്, അവരുടെ പ്രൈവസിനെ ബാധിക്കും. സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഓൾമോസ്റ്റ് ആൾക്കാർ പോയി, അതുകൊണ്ടാണ് വീഡിയോ എടുക്കാം. 3 ദിവസത്തേക്ക് നമുക്ക് ഇവിടെ കിട്ടിയത് 3600 സംതിങ് ആയിട്ടുള്ളൂ 3 നൈറ്റിന്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ല. 6:30 വരെയാണ് ഇവിടെ ഇറങ്ങാൻ പറ്റുള്ളൂ. നമ്മുടെ പാലോലം ബീച്ചിൽ നമ്മൾ സ്റ്റേ ചെയ്തതും ഇവിടത്തെയും സ്റ്റേയും കുഴപ്പമൊന്നുമില്ല. ഇവിടെ തൊട്ടടുത്താണ് ബാഗ സൈഡ് കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് എത്തിയ വീഡിയോ ആണ്. അപ്പോൾ നോർത്ത് ഗോവയുടെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ ചെയ്യാനാകാം. ബൈ.